വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം നവമയുടെ വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ്. 9th മാത്സ് ടഫായിരുന്നു എന്ന് ഞാൻ കണ്ടു ആൾ പറയണത്. ഞാൻ വിമർശിക്കുകയല്ല, ചിലവർക്ക് ടഫായിരിക്കും, ചിലവർക്ക് സിമ്പിളായിരിക്കാം. പക്ഷേ 9th എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ സ്കൂളിൽ ഒബ്വിയസ്ലി എല്ലാവരും പറയുന്നത് എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. കാരണം ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ഇപ്പം ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പേപ്പറും ഇപ്പോൾ എനിക്കൊരു ഗൈഡ് ബുക്കുണ്ട്. ഗൈഡ് ബുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. അതാണ്ട് ഇതാണ് മാത്സിൻ്റെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതാണ് മാത്സിൻ്റെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഏകദേശം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അധികം നോക്കിയില്ല. സൈലത്തിൻ്റെ എക്സാമിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കീ വേണമെന്നുണ്ടോ ഒരു കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ സ്കൂളിലെയും ട്യൂഷനിലെയും എക്സാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ. സ്കൂളിൽ നമുക്ക് ഫസ്റ്റിലത്തെ ഒരു എക്സാം കാണും എന്ന് പറഞ്ഞാൽ ഓണം എക്സാമിന് മുമ്പിട്ട് ചെറിയ യൂണിറ്റ് ടെസ്റ്റ്. അത് എനിക്ക് 40-35 മാർക്കേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയും കിട്ടുന്നില്ല. ഞാൻ ഇക്വേഷൻസ് എഴുതിയതും എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയതിനും കൂടെ മാത്രമായിട്ടാണ് മാർക്ക് കിട്ടിയത്. സോ എനിക്ക് പറയുകയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എക്സാം ടഫായിട്ടുള്ളവർ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു കഴിഞ്ഞ വർഷത്തെ പേപ്പറുമായിട്ട് റിലീറ്റ് ചെയ്ത് കഴിയുമ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ട്യൂഷനിലെ എക്സാം പേപ്പർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് എക്സാമിൻ്റെ പേപ്പർ. എനിവേ ഇവിടെ ട്യൂഷൻ എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഒരു റിലേഷനും ഇല്ല. ട്യൂഷനിൽ പോയിട്ട് തന്നെ എനിക്ക് ട്യൂഷനിലെ എക്സാം പൊട്ടി. എനിക്ക് എന്തായാലും 80-40 എബോ മാർക്ക് ഉറപ്പായിട്ടും കിട്ടൂല ട്യൂഷനിൽ. ഇനിയിപ്പം ഞാൻ എന്തായാലും മാർക്ക് അറിയിക്കാം കേട്ടോ കിട്ടിക്കഴിയുമ്പം. കാരണം ഇനിയിപ്പോൾ ഇക്വേഷൻ എഴുതുന്നതിന് മാർക്ക് വരുന്ന പറഞ്ഞൂടെ. എന്തായാലും 50 കൂടത്തില്ല. A+ എന്ന് പറഞ്ഞ ഈ ഒരു ഇത് എനിക്കില്ല. പക്ഷേ സ്കൂളിൽ ഉറപ്പായിട്ട് A+ കിട്ടും. 2 to 3 മാർക്സ് അതിൽ കൂടുതൽ പോകത്തില്ല. കാരണം ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്തിരുന്നു. ഞാൻ ChatGPTക്ക് ഫോട്ടോ കൊടുത്തു എൻ്റെ ആൻസറുമായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു പേപ്പറുണ്ട്. ഇതാണ് നമ്മുടെ 9th ക്ലാസ്സിലെ പേപ്പർ. അതാ ഞങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എനിക്ക് മാർക്ക് പോയിട്ടുണ്ട് കേട്ടോ. 2 മാർക്കാണ് പോയിട്ടുള്ളത്. ബാക്കി ഏതാണ്ട് ഈ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒരു അര മാർക്ക് പോലും എനിക്ക് പോയിട്ടില്ല. കാരണം അത്രയ്ക്ക് സിമ്പിളായിരുന്നു പേപ്പർ. ഞാൻ സാധാരണ കഴിഞ്ഞ വർഷത്തൊക്കെ എക്സാം എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ പുകച്ചായിരുന്നു എഴുതുന്നത്. പക്ഷേ ഈ ഒരു എക്സാം ഇതാണ് എൻ്റെ പേപ്പറിൻ്റെ അവസ്ഥ അല്ലേ. ഞാൻ മൊത്തം കുത്തി വരച്ച് ഇതൊക്കെ ഞാൻ ആൻസർ എഴുതിക്കൊണ്ട് വന്നതാണ്. കാരണം കറക്റ്റ് ആൻസർ അറിയാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ കീ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. എന്തായാലും വേണ്ട, കാരണം നമ്മുടെ എക്സാമിന് ഇവരൊക്കെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ സഡനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഞാൻ പറയണല്ലോ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ നമ്പേഴ്സ് മാറ്റി തന്നിട്ടുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനും പുറത്തൊന്നും വന്നിട്ടില്ല. സോ ഞാനിപ്പം 9th പേപ്പറിനകത്ത് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻസ് കറക്റ്റ് എക്സാക്ട് 7 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റോട് റിലേറ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്. എൻ്റെ ഗൈഡിൽ പോലും ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ല. ഇത് അത്രയ്ക്ക് സിമ്പിളാണ്. നിങ്ങളിപ്പം സൈലം എക്സാമിന് ഇങ്ങനെ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പം ആൻസർ കീ ഡിസ്കഷൻ കാണും. അപ്പോൾ അതിൽ പോയി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം അവർ തന്നെ പറയുമായിരിക്കും അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും ഇതൊന്ന് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചൊരു 7 ക്വസ്റ്റ്യൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോകാം. സോ ഞാൻ ഈ പറയുന്ന പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിച്ചിരിക്കുന്നത്. ഒരു 30 മാർക്സ് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ തന്നത്. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്പർ 10 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേതാണ് ഞാൻ പറയാം. നമ്മുടെ മാത്സ് എക്സാമിൽ രണ്ടാമത്തെ പേജിൽ സെക്ഷൻ ബിയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, സം ഓഫ് 2 നമ്പേഴ്സ്. ആ ഒരു ക്വസ്റ്റ്യൻ 41 and 15 പകരമായിട്ട് ടെക്സ്റ്റിലെ പേജ് നമ്പർ 10 അതേപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദി സം ഓഫ് 2 നമ്പേഴ്സ് 26 and their differences. എല്ലാം സെയിം മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് മെത്തേഡ് ഒന്നും ഇല്ല. ഏകദേശം ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്നത്. സോ 3 മാർക്ക് സിമ്പിളായിട്ട് അവിടെ സ്കോർ ചെയ്യുന്നതാണ്. അടുത്തത് പേജ് നമ്പർ 16 ആ പേജ് നമ്പർ 16 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ 4 times നമ്പർ ആഡ് ടു ആ ഒരു ക്വസ്റ്റ്യനിൽ ആ 4 times മാറ്റി ആ തന്നിരിക്കുന്ന നമ്പർ മാറ്റിയിട്ട് മാത്രം തന്നിരിക്കുകയാണ് നമ്മുടെ 19th ക്വസ്റ്റ്യൻ എ കേട്ടോ. സെക്ഷൻ സിയിലെ 19th ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞാൽ അത് മാറ്റി തന്നിരിക്കുകയാണ്. സിമ്പിളായിട്ട് 4 മാർക്സ് അവിടെ സ്കോർ ചെയ്യാവുന്നതായിരുന്നു കേട്ടോ. അതേപോലെ പേജ് നമ്പർ 15 നമുക്ക് ഒരു ആപ്പിൾ ആൻഡ് ഓറഞ്ചിൻ്റെ കണക്കുണ്ട്. അത് തന്നെ അതേ ഏകദേശം മാറ്റിയിട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ. സെയിം അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പേജ് നമ്പർ നമ്മുടെ സെക്ഷൻ ബിയിൽ 12th A ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ. അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത്. സെപ്പറേറ്റ് മെത്തേഡ് ഒന്നും കണ്ടുപിടിക്കുന്നതല്ല. സോ അത് സിമ്പിളായിട്ട് ചെയ്ത് 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനതേ ഉള്ളായിരുന്നു. ദെൻ ടെക്സ്റ്റിലെ പേജ് നമ്പർ 42 ഈ തന്നിരിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏകദേശം ആ റിലേഷൻ അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് 1 മാർക്ക് സ്കോർ ചെയ്യായിരുന്നു കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മാത്സ് എക്സാമിൽ മാത്സ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 25 ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ഈ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ സെക്ഷൻ ബിയിനകത്തുള്ള
11th ക്വസ്റ്റ്യൻ തേർഡ് 3 മാർക്ക് ഉറപ്പിക്കായിരുന്നു. ഇതിപ്പം അതറിയത്തില്ലെന്നുള്ളവർക്ക് കുറച്ച് ടൈം, ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. റിയലി ഈ കോൺസെപ്റ്റിനാണ്. ആ കോൺസെപ്റ്റ് അതേപോലെ തന്നെ ഇത് സ്ക്വയർ വരയ്ക്കാൻ തന്നിട്ടുണ്ട്. അതേ രീതി തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുന്നത്. ആ 3 മാർക്ക് സ്കോർ ചെയ്യാവുന്നതായിരുന്നു. ദെൻ പേജ് നമ്പർ 26 ഈ ഒരു ക്വസ്റ്റ്യൻ അതേപടി തന്നേക്കാണ്. അത് വെറും 5 മാർക്കിനായിട്ട്. ഇത്രയും സിമ്പിളായിരുന്നു. നിങ്ങൾക്ക് 5 മാർക്കിനൊന്നും ഒരിക്കലും തരുന്നില്ല. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവം 5 മാർക്കിനാണ് തന്നത്. അപ്പോൾ നമ്മുടെ 22 ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കണ്ടുപിടിക്കാമെന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് 5 മാർക്സ് ഉറപ്പിക്കാവുന്നതായിരുന്നു. ദെൻ മാത്സ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 22 ഈ തന്നിരിക്കുന്ന കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് സെക്ഷൻ സീനകത്തുള്ള ഈ 15th ക്വസ്റ്റ്യനിൽ ബി പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം അതേ സെയിം തന്നെയാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഏകദേശം ഫിഗർ സെയിം ആണ്, ചരിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും ഇല്ല, സിമ്പിളായിട്ടുള്ളതായിരുന്നു. ഇതേ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ബുക്കിൽ എന്ത് എഴുതി പഠിച്ചോ അത് തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് പകർത്തേണ്ടത് കേട്ടോ. അത് തന്നെയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ദെൻ ടെക്സ്റ്റിൽ പേജ് നമ്പർ 47 ഈ തന്നിരിക്കുന്ന ഫിഗർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇത് തന്നിട്ടില്ല, ഇത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ബേസായിട്ട് തന്നിട്ടില്ല ബേസായിട്ട്. ഇത് ടോട്ടലി തന്നിട്ടേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനും ടോട്ടലി തന്നിട്ടേ ഉള്ളൂ. ഏകദേശം ഇതേ ടീമിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കുറച്ച് സിമ്പിളായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ എത്രയാണ് 18ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇത് അതേ കോൺസെപ്റ്റിനാണ് പ്രത്യേകിച്ച്. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. ടെക്സ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നിരിക്കുന്നത്. ഞാൻ ട്യൂഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യുന്നുണ്ട് ലാസ്റ്റായിട്ട്. ഇനി നമ്മുടെ 1 മാർക്കിനൊരു ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. എന്താണ് 20 1/2 × 10 1/2 ഈ ഒരു കോൺസെപ്റ്റാണ് പേജ് നമ്പർ 64. അതേ കണക്കിന് ഫ്രാക്ഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് തന്നെയാണ്. അത് നമുക്ക് ഹാഫ്ലി തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഫ്രാക്ഷൻസൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചവർക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പിന്നെ വേറൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ 20th ക്വസ്റ്റ്യനിൽ ബി പാർട്ട്. അത് എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് അറിയാവുന്നവർ പഠിച്ചതാണ്. പേജ് നമ്പർ 53 ഈ സംഭവം തന്നെയാണ്. ഏരിയയൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതുള്ളായിരുന്നു. ഈ സ്മോളിൻ്റെ ഏരിയ എന്നപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കണ്ടുപിടിക്കാവുന്നതുള്ളായിരുന്നു. ആ ക്വസ്റ്റ്യൻ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്കിത് കട്ടൗട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇത് സ്കൂളിൽ ഞങ്ങൾക്ക് ചെയ്യിപ്പിച്ചു, ആക്ടിവിറ്റി ആയിട്ടല്ല ബുക്കിൽ ചെയ്യിപ്പിച്ചു. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. 4 മാർക്ക് സ്കോർ ചെയ്യുന്നതേ ഉള്ളായിരുന്നു. പിന്നെ പേജ് നമ്പർ 54 ഈ ഒരു ഫിഗർ ഇതാണ് നിങ്ങൾക്ക് 5 മാർക്കിന് പാരലോഗ്രാമിനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. പ്രൂവ് ചെയ്യുന്നതിന് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നു അതാണ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് 25th ക്വസ്റ്റ്യനിൽ ബി പാർട്ട് തന്നിരിക്കുന്നത്. പിന്നെ 25th ക്വസ്റ്റ്യനിൽ എ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ളതാണ്. ഈ ഡി ഇയും പിന്നെ സി എയും തമ്മിലുള്ള റിലേഷൻ ഏകദേശം ബന്ധപ്പെടുത്തി അങ്ങ് എഴുതിയാൽ മതി. അത് പഠിച്ചവർക്ക് എഴുതാവുന്നതുള്ളായിരുന്നു. അത്രയും സിമ്പിൾ പേപ്പറായിരുന്നു കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ മറ്റേ ട്യൂഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സിമ്പിളായിരുന്നു. ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് താഴെ സ്കോർ ചെയ്യുക. പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ സ്കോർ ചെയ്യുക. ഇനി ഞാൻ ട്യൂഷനിലെ പേപ്പർ കാണിച്ചു തരാം. ഇതാണ് ട്യൂഷനിലെ പേപ്പർ. നിങ്ങൾക്ക് പതിയെ എൻ്റെ ആൻസേഴ്സൊക്കെ വേണേൽ കണ്ടുപിടിക്കാൻ പോലും പറ്റുമല്ലോ. ഞാൻ ഈ ടിക്കറ്റേക്കുന്നൊക്കെ തെറ്റാണ് കേട്ടോ. ഒന്നും ശരിയായിട്ടില്ല. പുറത്തുനിന്ന് ടോട്ടലി ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. പതിയെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ക്വസ്റ്റ്യനൊക്കെ നോക്കി നോക്കൂ. ഇത്രയും ടഫായിട്ടുള്ള ഒരു പേപ്പർ വേറെ ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സാം ഹാളിലിരുന്ന് തീ പുകയുമായിരുന്നു. ഈ ക്വസ്റ്റ്യനൊന്നും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഈ പോകുന്ന ക്വസ്റ്റ്യൻസ്. സോ ഗൈസ് ഞാൻ ഏകദേശം ഒരു എത്രയാണ് 10-30 മാർക്കുള്ള റിലേഷൻ തന്നെ കാണിച്ചു ടെക്സ്റ്റുമായിട്ട്. ഇതെല്ലാം ഇനിയും ഉണ്ട്, ഇനിയും ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ആൻസർ കീ ആയിട്ട് ഞാൻ ചെയ്യുവാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് അതിലൂടെ കമ്പയർ ചെയ്ത് പറയാം കേട്ടോ. കാരണം നമുക്ക് പുറത്തുനിന്നായിട്ട് അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. സാധാരണ എക്സാംസിൽ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ പാർട്ടായിട്ട് തരുന്നതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്തവണ എക്സാമിന് പോയവർ പോട്ടെ, നിങ്ങളതൊന്നും ചേർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഓർത്ത് എനിക്കെന്നെ ഇഷ്ടംപോലെ എക്സാംസ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇനി ഒരു ഇതായിട്ട് എടുക്കുക. ടെക്സ്റ്റിൽ നിന്നായിരിക്കും ചോദ്യം വരിക. ടെക്സ്റ്റിൽ ഓരോ പാറ്റേൺ പഠിക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു. നിനക്ക് എക്സാം ഫുള്ള് കറക്റ്റ് മനസ്സിലായതുകൊണ്ടിട്ടാണ്, മാർക്ക് കിട്ടുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്നതെന്ന് വിചാരിക്കും. അല്ല ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്യൂഷനിൽ പോയിട്ട് ഇന്ന് ട്യൂഷനിൽ പോയെങ്കിലും എനിക്ക് അത്യാവശ്യം ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നലെ ആകെ എക്സാമിനർ സൈലമാണ് കണ്ടത്. സൈലം ലാക്കടിച്ച് പോയെങ്കിലും ഞാൻ ഫുള്ള് കണ്ടു തീർത്തു. രാവിലെ ഇരുന്ന് ക്ലാസ് കണ്ടു. പിന്നെ
ഞാൻ സ്കൂളിൽ ചെന്നിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് പഠിച്ചത്. എന്തോ എൻ്റെ മനസ്സ് ടെക്സ്റ്റ് പഠിക്കാൻ പറഞ്ഞുകൊണ്ട് പഠിച്ചു. കാരണം ടെക്സ്റ്റിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഏകദേശം ഞാനിപ്പം ഇന്നലെ ലൈവൊക്കെ കണ്ടപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റിലായിട്ടാണ് തന്നിരുന്നത് കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് കുറച്ച് നല്ലപോലെ നോക്കിയിട്ടാണ് പോയത്. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ചിലവർക്ക് സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിക്കാത്തത് മനസ്സിലാവാത്തത് കൊണ്ടിട്ടായിരിക്കാം. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഒബ്വിയസ്ലി ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പിന്നെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ. അവസാന നിമിഷം വരെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എക്സാമിന്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുമായിരിക്കും, പിന്നെ എക്സാം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അടുത്ത എക്സാമിന് സെറ്റാക്കാം.